എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നടക്കാൻ പോകുന്ന സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിന് മുന്നോടിയായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം: ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജന്മദിനവും സമാധിയുമാണ് കേരളത്തിൽ ഡ്രൈ ഡേ ആയി കണക്കാക്കുന്നത്? ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജന്മദിനവും സമാധിയുമാണ് കേരളത്തിൽ ഡ്രൈ ഡേ ആയി കണക്കാക്കുന്നത്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനവും സമാധിയുമാണ് കേരളത്തിൽ ഡ്രൈ ഡേ ആയി കണക്കാക്കുന്നത്. സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷയെക്കുറിച്ച് വിവരിക്കുന്ന സെക്ഷൻ ഏതാണ്? സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷയെക്കുറിച്ച് വിവരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 22. സെക്ഷൻ 22 സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട ശിക്ഷയെക്കുറിച്ച് വിവരിക്കുന്ന സെക്ഷൻ. KSBC, KSCCF എന്നിവിടങ്ങളിൽ മദ്യം വിൽക്കാൻ കേരള എക്സൈസ് നൽകുന്ന ലൈസൻസ്. KSBC, KSCCF എന്നിവിടങ്ങളിൽ മദ്യം വിൽക്കാൻ കേരള എക്സൈസ് നൽകുന്ന ലൈസൻസ്. FL1 ലൈസൻസ്. FL1 ലൈസൻസ് ആണ് KSBC, KSCCF എന്നിവിടങ്ങളിൽ മദ്യം വിൽക്കാൻ കേരള എക്സൈസ് വകുപ്പ് നൽകുന്ന ലൈസൻസ്. ബാർ നടത്താൻ കേരള എക്സൈസ് നൽകുന്ന ലൈസൻസ്. ബാർ നടത്താൻ കേരള എക്സൈസ് നൽകുന്ന ലൈസൻസ്. FL3 ലൈസൻസ്. FL3 ലൈസൻസ് ആണ് ബാർ നടത്താൻ കേരള എക്സൈസ് നൽകുന്ന ലൈസൻസ്. ഇന്ത്യയിൽ കഞ്ചാവ് പൂർണ്ണമായി നിരോധിച്ച വർഷം ഏതാണ്? ഇന്ത്യയിൽ കഞ്ചാവ് പൂർണ്ണമായി നിരോധിച്ച വർഷം 1985. 1985 ഇന്ത്യയിൽ കഞ്ചാവ് പൂർണ്ണമായി നിരോധിച്ച വർഷം. NDPS ആക്ട് പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥൻ ദേഹപരിശോധന നടത്തിക്കഴിഞ്ഞാൽ പരിശോധന റിപ്പോർട്ട് മേലുദ്യോഗസ്ഥന് എത്ര മണിക്കൂറിനുള്ളിൽ സമർപ്പിക്കേണ്ടതാണ്? NDPS ആക്ട് പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥൻ ദേഹപരിശോധന നടത്തിക്കഴിഞ്ഞാൽ പരിശോധനാ റിപ്പോർട്ട് മേലുദ്യോഗസ്ഥന് എത്ര മണിക്കൂറിനുള്ളിൽ സമർപ്പിക്കേണ്ടതാണ്? 72 മണിക്കൂർ. 72 മണിക്കൂറിനുള്ളിൽ NDPS ആക്ട് പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥൻ ദേഹപരിശോധന നടത്തിക്കഴിഞ്ഞാൽ പരിശോധനാ റിപ്പോർട്ട് മേലുദ്യോഗസ്ഥന് സമർപ്പിക്കേണ്ടതാണ്. ലഹരിമരുന്നിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം. ലഹരിമരുന്നിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദമാണ് അഥർവ വേദം. അഥർവ വേദമാണ് ലഹരിമരുന്നിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം. ഇന്ത്യൻ ഭരണഘടനയിലെ 47-ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയിലെ 47-ാം വകുപ്പ് എന്തുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മദ്യനിരോധനം. ഇന്ത്യൻ ഭരണഘടനയിലെ 47-ാം വകുപ്പ് മദ്യനിരോധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിമുക്തിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? വിമുക്തിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ചീഫ് സെക്രട്ടറി. ചീഫ് സെക്രട്ടറിയാണ് വിമുക്തിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ. കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന പരമാവധി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ അളവ്. കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന പരമാവധി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ അളവ് എത്രയാണ്? 3 ലിറ്റർ. 3 ലിറ്ററാണ് കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന പരമാവധി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ അളവ്. കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന പരമാവധി വിദേശ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ അളവ്. കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന പരമാവധി വിദേശ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ അളവ് 2.5 ലിറ്റർ. 2.5 ലിറ്ററാണ് കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന പരമാവധി വിദേശ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ അളവ്. കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന പരമാവധി കള്ളിൻ്റെ അളവ് എത്രയാണ്? കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന പരമാവധി കള്ളിൻ്റെ അളവ് എത്രയാണ്? 1.5 ലിറ്റർ. 1.5 ലിറ്ററാണ് കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന പരമാവധി കള്ളിൻ്റെ അളവ്. കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന പരമാവധി ബിയറിൻ്റെ അളവ് എത്രയാണ്? കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന പരമാവധി ബിയറിൻ്റെ അളവ് എത്രയാണ്? 3.5 ലിറ്റർ.
3.5 ലിറ്ററാണ്. കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന പരമാവധി ബിയറിന്റെ അളവ്. കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന പരമാവധി വൈനിന്റെ അളവ് എത്രയാണ്? കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന പരമാവധി വൈനിന്റെ അളവ് 3.5 ലിറ്റർ. 3.5 ലിറ്ററാണ്. കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന പരമാവധി വൈനിന്റെ അളവ്. അനുമതിയില്ലാതെ കൊണ്ടുപോകാൻ കഴിയുന്ന വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന്റെ അളവ്. അനുമതിയില്ലാതെ കൊണ്ടുപോകാൻ കഴിയുന്ന വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന്റെ അളവ് എത്രയാണ്? 2.5 ലിറ്റർ. 2.5 ലിറ്ററാണ്. അനുമതിയില്ലാതെ കൊണ്ടുപോകാൻ കഴിയുന്ന വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന്റെ അളവ്. ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന വിദേശ മദ്യത്തിന്റെ പരിധി. ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന വിദേശ മദ്യത്തിന്റെ പരിധിയാണ് 13.5 ലിറ്റർ. 13.5 ലിറ്ററാണ് ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന വിദേശ മദ്യത്തിന്റെ പരിധി. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം 1984. 1984 കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം. അബ്കാരി നിയമത്തിലെ വകുപ്പ് 3 ക്ലോസ് 3 എന്തിനെ നിർവചിക്കുന്നു? അബ്കാരി നിയമത്തിലെ വകുപ്പ് 3 ക്ലോസ് 3 എന്തിനെ നിർവചിക്കുന്നു? വിദേശമദ്യം. അബ്കാരി നിയമത്തിലെ വകുപ്പ് 3 ക്ലോസ് 3 വിദേശമദ്യത്തെ നിർവചിക്കുന്നു. അബ്കാരി നിയമത്തിലെ 15-ാം വകുപ്പ് എന്തിനെ വിശദീകരിക്കുന്നു? അബ്കാരി നിയമത്തിലെ 15-ാം വകുപ്പ് എന്തിനെയാണ് നിർവചിക്കുന്നത്? അനുമതിയില്ലാത്ത മദ്യവിൽപ്പന. അനുമതിയില്ലാത്ത മദ്യവിൽപ്പനയാണ് അബ്കാരി നിയമത്തിലെ 15-ാം വകുപ്പ് വിശദീകരിക്കുന്നത്. കോഡ്പ നിയമത്തിലെ വകുപ്പ് 6 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോഡ്പ നിയമത്തിലെ വകുപ്പ് 6 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കരികിലെ പുകയില ഉൽപ്പന്ന നിരോധനം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കരികിലെ പുകയില ഉൽപ്പന്ന നിരോധനമാണ് കോഡ്പ നിയമത്തിലെ വകുപ്പ് 6മായി ബന്ധപ്പെട്ടിരിക്കുന്നത്. എത്ര വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതാണ് നിയമപ്രകാരം നിരോധിച്ചിട്ടുള്ളത്? എത്ര വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതാണ് നിയമപ്രകാരം നിരോധിച്ചിട്ടുള്ളത്? 18 വയസ്സ്. 18 വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിയമപ്രകാരം നിരോധിച്ചിട്ടുള്ളതാണ്. കോഡ്പ നിയമത്തിലെ 5-ാം വകുപ്പ് അനുസരിച്ചുള്ള നിയമലംഘനം നടത്തിയാൽ ശിക്ഷ വിശദമാക്കിയിരിക്കുന്നത് ഏത് വകുപ്പിലാണ്? കോഡ്പ നിയമത്തിലെ 5-ാം വകുപ്പ് അനുസരിച്ചുള്ള നിയമലംഘനം നടത്തിയാലുള്ള ശിക്ഷ വിശദമാക്കിയിരിക്കുന്നത് ഏത് വകുപ്പിലാണ്? സെക്ഷൻ 22. സെക്ഷൻ 22 കോഡ്പ നിയമത്തിലെ 5-ാം വകുപ്പ് അനുസരിച്ചുള്ള നിയമലംഘനം നടത്തിയാലുള്ള ശിക്ഷ വിശദമാക്കിയിരിക്കുന്നത്. ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് വേണ്ടി റീഹാബിലേഷൻ സെന്ററുകൾ തുറക്കാൻ ഗവൺമെന്റിന് അധികാരം നൽകുന്ന NDPS നിയമത്തിലെ വകുപ്പ് ഏതാണ്? ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് വേണ്ടി റീഹാബിലേഷൻ സെന്ററുകൾ തുറക്കാൻ ഗവൺമെന്റിന് അധികാരം നൽകുന്ന NDPS നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 71. സെക്ഷൻ 71 ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് വേണ്ടി റീഹാബിലേഷൻ സെന്ററുകൾ തുറക്കാൻ ഗവൺമെന്റിന് അധികാരം നൽകുന്ന NDPS നിയമത്തിലെ വകുപ്പ്. മദ്യമോ ലഹരിമരുന്നോ ഇറക്കുമതി ചെയ്യരുതെന്ന് അനുശാസിക്കുന്ന സെക്ഷൻ. മദ്യമോ ലഹരിമരുന്നോ ഇറക്കുമതി ചെയ്യരുതെന്ന് അനുശാസിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 6. സെക്ഷൻ 6 മദ്യമോ ലഹരിമരുന്നോ ഇറക്കുമതി ചെയ്യരുതെന്ന് അനുശാസിക്കുന്ന സെക്ഷൻ. മദ്യമോ അല്ലെങ്കിൽ ലഹരിമരുന്ന് കയറ്റുമതി ചെയ്യരുതെന്ന് അനുശാസിക്കുന്ന സെക്ഷൻ ഏതാണ്? മദ്യമോ അല്ലെങ്കിൽ ലഹരിമരുന്ന് കയറ്റുമതി ചെയ്യരുതെന്ന് അനുശാസിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 7. സെക്ഷൻ 7 മദ്യമോ അല്ലെങ്കിൽ ലഹരിമരുന്ന് കയറ്റുമതി ചെയ്യരുതെന്ന് അനുശാസിക്കുന്ന സെക്ഷൻ. കള്ള് ഒഴികെയുള്ള മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും വിൽപ്പന നിരോധിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ. കള്ളൊഴികെയുള്ള മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും വിൽപ്പന നിരോധിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 15. സെക്ഷൻ 15 കള്ളൊഴികെയുള്ള മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും വിൽപ്പന നിരോധിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ.
മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ വേണ്ടിയുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കല്ലാതെ ഒരു വ്യക്തി മദ്യമോ ലഹരിമരുന്നോ കമ്മീഷണർ നിർദ്ദേശിച്ചിട്ടുള്ള അളവിൽ കൂടുതലായി കൈവശം വെക്കരുതെന്ന് പ്രതിപാദിക്കുന്ന അബ്കാരി വകുപ്പ്. സെക്ഷൻ 12 ക്ലോസ് ബി. സെക്ഷൻ 12 ക്ലോസ് ബി ആണ് മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ വേണ്ടിയുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കല്ലാതെ ഒരു വ്യക്തി മദ്യമോ ലഹരിമരുന്നോ കമ്മീഷണർ നിർദ്ദേശിച്ചിട്ടുള്ള അളവിൽ കൂടുതലായി കൈവശം വെക്കരുതെന്ന് പ്രതിപാദിക്കുന്ന അബ്കാരി വകുപ്പ്. കേരളത്തിലെ കള്ളുഷാപ്പുകൾ തുറന്നു പ്രവർത്തിക്കുകയും എന്നാൽ വിദേശ മദ്യശാലകൾ പൂർണ്ണമായി അടച്ചിടുകയും ചെയ്യുന്ന ദിവസം. കേരളത്തിലെ കള്ളുഷാപ്പുകൾ തുറന്നു പ്രവർത്തിക്കുകയും എന്നാൽ വിദേശ മദ്യശാലകൾ പൂർണ്ണമായി അടച്ചിടുകയും ചെയ്യുന്ന ദിവസം ഏതാണ്? ഇംഗ്ലീഷ് മാസം 1-ാം തീയതി. ഇംഗ്ലീഷ് മാസം 1-ാം തീയതിയാണ് കേരളത്തിലെ കള്ളുഷാപ്പുകൾ തുറന്നു പ്രവർത്തിക്കുകയും എന്നാൽ വിദേശ മദ്യശാലകൾ പൂർണ്ണമായി അടച്ചിടുകയും ചെയ്യുന്ന ദിവസം. ഒരേ വീര്യമുള്ളതോ അല്ലെങ്കിൽ വ്യത്യസ്ത വീര്യമുള്ളതോ ആയ രണ്ട് സ്പിരിറ്റുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന പ്രക്രിയയെ അറിയപ്പെടുന്നത്. ഒരേ വീര്യമുള്ളതോ അല്ലെങ്കിൽ വ്യത്യസ്ത വീര്യമുള്ളതോ ആയ രണ്ട് സ്പിരിറ്റുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന പ്രക്രിയയെ അറിയപ്പെടുന്ന പേര് എന്താണ്? ബ്ലെൻഡിങ്. ബ്ലെൻഡിങ് ആണ് ഒരേ വീര്യമുള്ളതോ അല്ലെങ്കിൽ വ്യത്യസ്ത വീര്യമുള്ളതോ ആയ രണ്ട് സ്പിരിറ്റുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന പ്രക്രിയ. ലഹരി പാനീയങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പ്രാഥമിക അസംസ്കൃത വസ്തുക്കൾ അറിയപ്പെടുന്നത്. ലഹരി പാനീയങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പ്രാഥമിക അസംസ്കൃത വസ്തുക്കൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ആണ് ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പ്രാഥമിക അസംസ്കൃത വസ്തുക്കൾ അറിയപ്പെടുന്നത്. സ്പിരിറ്റിനെ ജലവുമായി സംയോജിപ്പിക്കുന്ന പ്രക്രിയ. സ്പിരിറ്റിനെ ജലവുമായി സംയോജിപ്പിക്കുന്ന പ്രക്രിയയാണ് റെഡ്യൂസിങ്. റെഡ്യൂസിങ് ആണ് സ്പിരിറ്റിനെ ജലവുമായി സംയോജിപ്പിക്കുന്ന പ്രക്രിയ.